ഹലോ ഡിയേഴ്സ്. ഹലോ മക്കളെ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഞങ്ങൾ ഫസൽ സാറും ശ്രീമത് സാറും ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഫസൽ സാറേ, എന്താ കാര്യം? ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇന്നലെ ഇവരുടെ ചേട്ടന്മാരുടെ ചേച്ചിമാരുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ആവേശത്തിലാണ് അവരും. നല്ല റിസൾട്ട് ആണ്. കേരളത്തിലെ A+കളുടെ എണ്ണം കൂടി വിജയ ശതമാനം 99% മുകളിലുണ്ട് എല്ലാ ജില്ലകളിലും. അങ്ങനെ ഭയങ്കരമായ റിസൾട്ട്. പക്ഷെ അതിനിടയിൽ കൂടെ ഈ വർഷം റിസൾട്ട് എഴുതാൻ പോകുന്ന മക്കൾക്ക് ഇട്ടിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ചെറിയൊരു പണി തന്നിട്ടാണ് പോയത്. അത് വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. എന്താണ് അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ SSLC 2025 കടുകട്ടിയാവും എന്നാണ് പറയുന്നത്. അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് SSLC എക്സാമിനേഷൻ ബുദ്ധിമുട്ടാക്കും എന്ന് പറഞ്ഞിട്ടല്ല പോയത്. പക്ഷെ അവര് പറഞ്ഞ പ്രകാരം പോയി കഴിഞ്ഞാൽ 100% ഉറപ്പിക്കാം SSLC 2025 പണി വെള്ളത്ത് കിട്ടും. നല്ല ഉറപ്പാണ്, ഒരു സംശയമുള്ള കാര്യത്തിൽ. അപ്പം അത് എന്താണെന്ന് അന്വേഷിക്കാനാണ്, അല്ലെങ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് ബോധിപ്പിച്ചു തരാനാണ് ഞാനും ശ്രീമത് സാർ സത്യം പറഞ്ഞ വന്നിട്ടുള്ളത്. അവസാനം വരെ വീഡിയോ കാണാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഇതിന്റെ സൊല്യൂഷനും ഈ ചാനലിൽ വരും. തീർച്ചയായിട്ടും വേഗം പോയിട്ട് സബ്സ്ക്രൈബ് കറക്റ്റ് അപ്ഡേറ്റുകൾ നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്ത് തരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടിയിട്ട് വേണം ഞാൻ അടുത്ത വരവ് വരാൻ. മനസ്സിലായല്ലോ? അപ്പോഴേ നമുക്ക് തുടങ്ങാം. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇവർക്ക് സംഭവം നമുക്ക് തുടങ്ങാം. എന്റെ സബ്ജക്ട് നമ്മൾ തുടങ്ങാം. അതായത് പൊതുവെ ഒരു കുട്ടി പാസ്സാവാൻ വേണ്ട മാർക്ക് എന്നുള്ളത് നമുക്കറിയാം. ഫിസിക്സ് 40 പരീക്ഷ, കെമിസ്ട്രിയും ബയോളജിയും അതേപോലെ മലയാളം 80 പരീക്ഷയാണ് പൊതുവെ. 40 ഒരു കുട്ടിക്ക് 5 മാർക്ക് നേടിക്കഴിഞ്ഞാൽ പാസ്സാവായിരുന്നോ? പാസ്സാവാൻ. അതായത് നിലവില് 40 മാർക്കിന്റെ പരീക്ഷയാണ്. വെറും 5 മാർക്ക് ഉണ്ട്, നിങ്ങൾക്ക് പാസ്സാവാമായിരുന്നു. ഓക്കെ, എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് കാരണം ഇവർക്ക് ഒരു 10 മാർക്ക് സി മാർക്ക് ആയിട്ട് വരും. 10ൽ 10 അവിടെ കിട്ടും. സോ അപ്പൊ എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എത്ര വരും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 15 മാർക്ക് അവർക്ക് കിട്ടും. മാർക്ക് കിട്ടും. എത്രയില്? 50. അവർ പാസ്സായി. D+ഓട് കൂടി പാസ്സായി. D+ നേടിയിട്ട് ഇവർ പാസ്സാവും. ഓക്കെയാണ്, ഹാപ്പി ആയി, പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഇനി അടുത്തതൊരു പ്രശ്നം വരുന്നുണ്ട്. ആർക്കാന്നറിയോ? 80 മാർക്ക്. 80 മാർക്ക് നമ്മുടെ ഫസൽ സാർ സബ്ജക്ട് ആയിട്ടുള്ള സോഷ്യൽ സയൻസ്. 80ൽ എത്ര മാർക്ക്? 80ല് കറക്റ്റ് ആയിട്ട് 10 മാർക്ക് കിട്ടിയ പാസ്സാവും. വെറും 10 മാർക്ക് മതി. ആവുമായിരുന്നു. ഇതുവരെ 10 കിട്ടിയ പാസ്സാവും. പിന്നെ അതിന്റെ കൂടെ ഒരു 20 മാർക്ക് സി മാർക്ക്. അപ്പൊ സാർ സി മാർക്ക് 20 കിട്ടും? ഡൗട്ട് ഉണ്ടാവും. 20 കിട്ടും. അത് എന്തായാലും കിട്ടും. അതിന്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. ഫസൽ സാർ എന്ന് പറയും. എന്താ സാറേ അങ്ങനെ കിട്ടാനുള്ള കാരണം? കാര്യം എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞ സി മാർക്ക് കുറയ്ക്കുന്നത്. പക്ഷെ കുറച്ചിട്ടില്ല. ടീച്ചർമാർക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഭയങ്കര സ്നേഹമാണ്. അതെ, നമ്മളെ അമ്മ അച്ഛനെ കഴിഞ്ഞാൽ ഏറ്റവും ചിലപ്പോൾ ഞെട്ടിക്കും, നിങ്ങളെ പേടിപ്പിക്കും. സി മാർക്ക് കുറയ്ക്കുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. പക്ഷെ വേണം. അതെ, അല്ലാതെ അതുണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. ഇവർക്ക് ഒരു എത്ര ഉണ്ടാവും? 30 മാർക്ക് ഉണ്ടാവും 100ൽ. അപ്പൊ അവർക്കും D+ ആയി, ഹാപ്പി ആയി, ആ ഒരു പാസ്സായി. അപ്പൊ മാഷേ, ഇനി ഞാൻ ചോദിക്കുന്നത് പുതിയ സിസ്റ്റത്തിൽ എന്താണ് പ്രശ്നം? പുതിയ സിസ്റ്റത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ 40ൽ വെറും 5 മാർക്കും 80ൽ വെറും 10 മാർക്കും വെച്ച് പാസ്സാവാമായിരുന്നു. എന്നാൽ അത് മാറിയിട്ട് അതൊക്കെ മാറി. സ്ട്രക്ചർ കംപ്ലീറ്റ് മാറിയിട്ട് എന്തായാലും മാറും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷനിൽ ഒരു പോലെ വന്നു, കുട്ടികളോട് പറഞ്ഞു പാറ്റേൺ മാറാന്ന് പറഞ്ഞു. അതിന്റെ എക്സാക്ട് നോട്ടിഫിക്കേഷൻ വന്നു. മീൻസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളെ അറിയിക്കും. എന്തായാലും വരികയാണെങ്കിൽ ഇതാണ് വരാൻ സാധ്യത കൂടുതലാണ്. കാരണം അത്രയും വലിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കുറെ മുമ്പേ ആലോചിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത് നിർബന്ധമായിട്ട് വേണം. ഇത് ഓൾറെഡി +1+2 പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അതെ, നിങ്ങളെ ചേട്ടന്മാരോട് ചോദിച്ചാൽ മതി. നിങ്ങളുടെ ചേട്ടന്മാർക്ക് ഇപ്പൊ വന്ന കാര്യം പറയല ആദ്യം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വരാൻ പോകുന്ന സംഭവം ഓൾറെഡി അവർക്ക് വന്നു കഴിഞ്ഞു. നോക്കാം, 40 മാർക്കിലാണ് പരീക്ഷ എന്ന് വിചാരിക്കാം. ഫിസിക്സിന്റെ പരീക്ഷ ഇനി മുമ്പ് 5 മാർക്ക് മതിയായിരുന്നു. ഇനി പാസ്സാവണമെങ്കിൽ മിനിമം 12 മാർക്ക് വേണം. മിനിമം 12 മാർക്ക് എഴുതി മേടിക്കാത്ത ഒരു കുട്ടി പാസ്സാവില്ല. 30% മാർക്ക് മേടിക്കാതെ പാസ്സാവില്ല. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ഹിന്ദി ആയാലും മലയാള സെക്കൻഡ് ആയാലും ആവൂല. ആ ലാംഗ്വേജസ് വരെ 12 മാർക്ക് വേണം, അല്ലാതെ പാസ്സാവൂല. അപ്പം പണ്ട് കാലത്ത് 210 മാർക്ക് കിട്ടാതെ പാസ്സാകാത്ത പ്രശ്നം, ഞങ്ങളെ പോലത്തെ മാത്സിലൊക്കെ പോയിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ സോഷ്യൽ തോറ്റെ അതേമാതിരി ഇപ്പൊ എന്താ സംഭവം അറിയോ? അല്ല, ടോട്ടലായിട്ട് ഒരു 65 മാർക്ക് ഉണ്ടെങ്കിൽ കുട്ടികൾ എല്ലാ സബ്ജക്റ്റിലും പാസ്സാവും. ഒരു 65 മാർക്ക് ഉണ്ടെങ്കിൽ എല്ലാ സബ്ജക്റ്റിലും പാസ്സാവും. അപ്പൊ അത് മാറിയിട്ട് ഈ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ മക്കളെ
ഇച്ചിരി പാടാണ്. ഇനി അടുത്തതാണ് പണി, അതായത് സോഷ്യൽ സയൻസ്, മാത്സ് ആണ് പാട്. 24 മാർക്ക്, ഇതിന് നേരെ ഡബിൾ 24 മാർക്ക് വേണം. 24 മാർക്ക് എഴുതിയിട്ട് നിങ്ങളുടെ പേപ്പർ നോക്കി, പേപ്പറിൽ 24 മാർക്ക് ഉണ്ടെങ്കിലേ പാസ്സാക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ സി മാർക്ക് കൂടിയിട്ടല്ല, നിങ്ങൾ 80-ന് 24 മാർക്ക് നിങ്ങൾ എഴുതണം, എന്നിട്ട് എന്നാലും മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ. ഇല്ല, പാസ്സാവില്ല. 40-ൽ 12 മാർക്ക് എഴുതി മേടിക്കണം. അപ്പം പണിയായല്ലോ, പണിയായി. അപ്പോ ആർക്ക് പണിയായി? ആർക്ക് പണി വെച്ചല്ലേ? അല്ല, എങ്ങനെയുള്ള പിള്ളേർക്ക് പണി. എങ്ങനെങ്കിലും പാസ്സായി പോയാൽ മതി. ടീച്ചർമാരെ നേരൊക്കെ എന്ത് ചെയ്യാം, ചിലപ്പം ക്ലാസ് കേൾക്കാതിരിക്കാം, അല്ലെ അവര് പറഞ്ഞ എന്തായിക്കോട്ടെ, നമ്മുടെ ക്ലാസ് ഒക്കെ വരുമ്പോ അവന്മാരാരടാന്ന് ചോദിച്ച് മൈൻഡിൽ നടക്കുന്ന പിള്ളേർക്ക് എന്തായാലും പണിയായിട്ടുണ്ട്. പക്ഷേ ആർക്ക് പണിയല്ലാന്നറിയോ? ഇതിൽ സന്തോഷിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ആരെന്നറിയോ? നമ്മളെ പോലത്തെ കുറച്ച് ടീച്ചേഴ്സ്. എന്തിനറിയാം? കാരണം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനും മറ്റു പരീക്ഷകളൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾ സീരിയസ് അല്ലായിരുന്നു. ഇത് വന്നോടുകൂടെ നന്നായിട്ട് പഠിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതോടുകൂടെ കുട്ടികളുടെ കപ്പാസിറ്റി കൂടുന്നുണ്ട്. അവരുടെ നമ്മൾ പറയില്ല, അവരുടെ ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ പഠന നിലവാരം, അതെ, സ്റ്റാൻഡേർഡ് ഓഫ് സ്റ്റഡീസ്, അതായത് നിലവാരം കൂടുന്നു. തീർച്ചയായിട്ടും ഹാപ്പിയാണ്, അതിൽ സന്തോഷം. പിന്നെ വേറെ ഉണ്ട്, സാർ പിള്ളേർ തോൽക്കൂ മക്കളെ. അതിന് ഒരു ഒറ്റ ഉത്തരം ഞാനങ്ങോട്ട് പറയാം. ഏകണ്ടെ ചാനലും ഏകണ്ണനെ നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ തോൽക്കൂലെന്ന് മാത്രമല്ല, പക്ഷേ ഫുൾ മാർക്കും A+ ഉറപ്പ്. അതിപ്പോ നേരത്തെ വെടിക്കെട്ടുകാരന് ഉടുക്ക് കാട്ടി പേടിപ്പിക്കേണ്ടത്. അത്രേ ഉള്ളൂ. ഞങ്ങൾ ഈ 12 മാർക്കല്ലേ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട 40-ൽ 40. അതുമല്ല, 40-ന് മേലെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ പറയും 40-ൽ 50. അതെ, 40-ൽ 50 മാർക്കാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ 80-ൽ 24 ഞങ്ങളുടെ ലക്ഷ്യം. 80-ൽ 80 അല്ലെങ്കിൽ 80 മറ്റേ 100, അതായത് ഓപ്ഷൻ അടക്കം 100 മാർക്കാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതെ, ഫുൾ മാർക്ക് നേടിയിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ എന്ന് വാശി പിടിക്കുന്നവരാണോ ഈ പാസ് മാർക്കും കണ്ട് പേടിക്കാൻ പോകുന്നത്? ഒരിക്കലും ഇല്ല. ഈ പാസ് മാർക്ക് എന്ന് കാണിച്ചിട്ട് ഞങ്ങളെ ഇങ്ങോട്ട് വരട്ടാൻ നോക്കില്ലേ? അങ്ങനെ എന്തെങ്കിലും പേടി നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, ആ പേടി ഒന്നും വേണ്ട. ഞങ്ങൾ ഇവിടെ ഉള്ള സമയത്ത് അങ്ങനത്തെ പേടി വേണ്ട. ഒറ്റ കാര്യമുള്ള അതിനൊരൊറ്റ സൊല്യൂഷൻ ഏകൻ. ഞങ്ങൾ അത്രയും കോൺഫിഡൻസിൽ പറയണത് ഏകന്റെ ആ ഒരു ടീമായിട്ട് മാറുക. അപ്പൊ നിങ്ങളുടെ ബാച്ച് ഒക്കെ ഇവിടെ കട്ടൊക്കെ സെറ്റ് ആണ്. ഓക്കെ, ഏകൻ ടൈറ്റൻസ്, ഏകന്റെ ടൈറ്റൻസ് ബാച്ച് ആണ്. 10ാം ക്ലാസ്സിന്റെ ബാച്ച് അല്ലേ? SLC ടൈറ്റൻസ് എന്നുള്ള ബാച്ച് ഉണ്ട് ഏകന്റെ ആപ്പിൽ. അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, പിന്നെ PYQ ഡിസ്കഷൻ, എക്സാം സീരീസ്, പിന്നെ അടിപൊളി ടീച്ചേഴ്സ് എല്ലാം ഫുള്ള്. പിന്നെ കൂടെ നീറ്റ്, JEE, സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ക്ലാസ്, സകല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. വെറും വാക്ക് പറയുന്നതല്ല, അത് ഉണ്ട്. ഓക്കെ, അപ്പൊ വന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഇതിലെല്ലാം കൂടെയുള്ള പൈസ എന്നുള്ളത് 34,000, അതൊന്നുമില്ല, വെറും 3,490 രൂപ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട, വെറും 3,499 രൂപയുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന് നേരെ ചേരാൻ വേണ്ടി ഒരു പണിയുണ്ട്. ഒരു നമ്പർ നോട്ട് ചെയ്ത് വെക്കണം. ഈ നമ്പർ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം എന്ന് നിർബന്ധമാണ്. ആ നമ്പർ ഇതാണ് 9207-100-600 ആണ് ഈ നമ്പർ എന്നുള്ളത്. 9207-100-600. താഴെ കമന്റ് ബോക്സിൽ എന്തായാലും പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ലിങ്കും ഉണ്ടായിരിക്കും നമ്മുടെ ടൈറ്റൻസിനൊക്കെ. അതിൽ നേരെ കയറാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് മറക്കരുത്. ഷെയർ ചെയ്യാൻ തീരെ മറക്കരുത്. തീരെ മറക്കാൻ പാടില്ല. പിന്നെ കൂട്ടത്തിൽ ആർക്കാ ഷെയർ കുഴപ്പം പ്രത്യേകിച്ച് അപ്പൊ ആരെങ്കിലും തരികിടെ കളിച്ച് സിമ്പിൾ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ആരെങ്കിലും അവർക്ക് ഇതൊന്നും അറിയില്ല. ചിലപ്പോ ലാസ്റ്റ് എക്സാം എഴുതാൻ നമ്മളേക്ക് അറിയാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അയച്ചു കൊടുത്തൊന്ന് പേടിപ്പിക്കില്ല. സത്യം റിയാലിറ്റി അവരെ മനസ്സിലാക്കിപ്പിക്കണം. അല്ല മാഷെ, മറ്റേ പോയിന്റ് പറയാൻ പറഞ്ഞത് നമ്മളോട് എന്താണ്, അതായത് ഇതുവരെ എന്ന് പറഞ്ഞാല് നമ്മള് തോൽക്കാനായിരുന്നു ബുദ്ധിമുട്ട്. ഇത്രയും കാലം തോൽക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. SSLC എക്സാമിന് തോൽക്കാറ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എങ്ങനെ വിചാരിച്ചാലും തോൽക്കൂലേന്. പക്ഷെ ഇനി അങ്ങനെ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ടായിരുന്നു, തോറ്റവർക്ക് കൊടൈക്കനാൽ റിസോർട്ട്. ഇനിയിപ്പോ നമ്മളെ അത്ര പറയുന്നുള്ളൂ, ജയിക്കാനല്ല, ഫുൾ മാർക്ക് നേടാൻ വന്ന ഞങ്ങളെ, ഫുൾ മാർക്ക് നേടിത്തരാൻ വന്ന ഞങ്ങൾക്ക് തോൽവി, അത് സിമ്പിൾ. അത്ര ഞങ്ങൾ ആലോചിക്കുന്നു. തോൽവിയൊക്കെ നമുക്ക് മറന്നേക്കാം. ഇനിയിപ്പോ വലിയ കൊടുങ്കാറ്റ് വന്നാൽ നമ്മൾ കുരുമൂല, അത്രയോട് കാര്യം. ഓക്കെ, അപ്പൊ എല്ലാത്തിനും നമ്മൾ കൂടെ ഇല്ലേ? പക്ഷെ തീർച്ചയായിട്ടും ഞങ്ങൾ കൂടെ ഉണ്ട്, ടീമിന്റെ കൂടെ. അപ്പൊ സെറ്റാക്കും, സെറ്റ് ആയിരിക്കണം. അപ്പൊ ഇതാ നമ്പർ മറക്കണ്ട, നേരെ കൊണ്ട് കയറി പോരാ, മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാം. അപ്പൊ പോലെ പക്ഷേ